സർ, കേരളത്തിൽ അഞ്ചാമതൊരു വിമാനത്താവളം. ആ വിമാനത്താവളം വരുന്നത് കേരളത്തിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ അല്ലെങ്കിൽ ആ രീതിയിൽ കേരളത്തിനൊരു വരുമാനം നൽകുന്ന ഒരു സ്ഥലത്തു കൂടിയാണ്, അല്ലെങ്കിൽ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. പക്ഷേ ഒരു ചോദ്യം ഇവിടെ നിരവധി കാര്യങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ കണ്ണൂർ വിമാനത്താവളം ആവർത്തിക്കുമോ കേരളത്തിൽ വരാൻ പോകുന്ന അഞ്ചാമത്തെ വിമാനത്താവളം? നമ്മള് പറഞ്ഞിട്ട് വികസന കാര്യങ്ങളെ ഒന്നും നമ്മൾ നെഗറ്റീവായ ഒരു കണ്ണുകൊണ്ട് കാണരുതെന്നാണ്. അത് ശരിയാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഒരു വലിയ വികസന പദ്ധതി വരുമ്പോൾ നമ്മളൊക്കെ ആർക്കും ഒരു ദുഷ്ടലാക്കോട് കൂടിയ ഒരു ചായ്വുള്ള കണ്ണോട് കൂടിയ കാണരുത്. ഇത് സത്യമാണ്. പക്ഷെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ നമ്മൾ യാഥാർത്ഥ്യങ്ങളുമായിട്ട് അതിനെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ചില സംശയങ്ങൾ തോന്നിപ്പോകും. ഈ നിർദ്ദിഷ്ട എരുമേലി വിമാനത്താവളം, എരുമേലിയിലാണ് അത് വരുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കോട്ടയം ജില്ലയുടെയും കിഴക്കൻ മേഖലയാണത്. പിന്നീട് അവിടുന്ന് കുറച്ച് ദൂരങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വനപ്രദേശമാണ്. ശബരിമല കാടുകളിലേക്ക് പോകാവുന്ന ഏറ്റവും അടുത്തുള്ള സ്ഥലങ്ങളാണ്, വനപ്രദേശങ്ങളാണ്. പത്തനംതിട്ട ജില്ലയുടേത് ഏതാണ്ട് വടക്ക് കിഴക്കൻ അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. എരുമേലി എപ്പോഴും ഒരു പ്രത്യേകത, ലൈം ലൈറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എരുമേലിക്ക് ഒരു പ്രാധാന്യം എപ്പോഴും വരുന്നത് ശബരിമല സീസൺ കാലത്താണ്. ശബരിമല മണ്ഡല സമയത്ത് അവിടെ വലിയ പ്രാധാന്യമാണ്, വലിയ തിരക്കും കാര്യങ്ങളും. അല്ലാത്ത സമയങ്ങളിലും ഉണ്ട് എന്ന് കരുതെങ്കിലും ധാരാളം ആയിരക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന, പതിനായിരക്കണക്കിന് തീർത്ഥാടകർ വന്നു പോകുന്ന സ്ഥലമാണ്. പക്ഷെ അതിന് 2 മാസത്തെ ആയുസേ ഉള്ളൂ. അങ്ങനെയുള്ള ആ ഭക്തജന പ്രവാഹത്തിന് 2 മാസത്തെ ആയുസേ ഉള്ളൂ. 2 മാസം തന്നെ ഇപ്പൊ വരുന്നില്ല, തുടങ്ങി ചിലപ്പോൾ ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകര് എരുമേലി പേട്ട കൊള്ളാൻ വേണ്ടിയിട്ടൊക്കെയാണ് എരുമേലിയിൽ വരുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു 1-1.5 മാസത്തെ ആയുസുള്ള ഒരു വലിയ ജനക്കൂട്ടം വരുന്ന ഒരു സ്ഥലമാണ് എരുമേലി എന്ന് പറയുന്നത്. എങ്കിലും അതിന്റെ ഭക്തി രസ പ്രാധാന്യമൊക്കെ നമ്മൾ കണക്കാക്കുമ്പോൾ അതൊരു വലിയ സംഭവം തന്നെയാണ്. ഇവിടേക്കാണ് ഈ നിർദ്ദിഷ്ട വിമാനത്താവളം വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഒരുപാട് സ്ഥലങ്ങളൊക്കെ നോക്കി. ആദ്യം ആറന്മുളയാണ് നിശ്ചയിച്ചിരുന്നത്. വിമാനത്താവളത്തിന് വേണ്ടി ആറന്മുള വന്നാലോ എന്ന് കരുതിയിട്ട് അതിനെ കുറച്ച് സ്ഥലങ്ങൾ അക്വയർ അതിന്റെ ഒരു പ്രാരംഭഘട്ട ജോലികളൊക്കെ നടത്തിയതാണ്. പക്ഷെ ആ സമയത്ത് ഭയങ്കരമായ എതിർപ്പുകൾ പല കോണുകളിൽ നിന്നുണ്ടായി. വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് എതിർപ്പുണ്ടായി. ആറന്മുളയിൽ വിമാനത്താവളം വന്നാല് വിമാനം വന്ന് ലാൻഡ് ചെയ്യുന്നതിനായിട്ട് വിമാനം വട്ടം കറങ്ങുമ്പോൾ പിന്നെ ആറന്മുള ക്ഷേത്രത്തിന്റെ കൊടിമരം പിടിച്ചു കളയും എന്നൊക്കെയുള്ള മട്ടിലൊക്കെ വലിയ പ്രചരണങ്ങളായി. അപ്പൊ ആളുകൾക്ക് അതിന്റെ യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്നും അത്ര വലിയ ഗ്രാഹ്യമില്ലാതിരുന്ന ഒരു സമയമായിരുന്നു അത്. എന്തായാലും വലിയ വൻ പ്രക്ഷോഭമൊക്കെ നടന്നു. അവസാനം ആ പദ്ധതി ഉപേക്ഷിച്ചു. പിന്നീടാണ് ഇതെവിടെ വേണം എന്നുള്ളതിനെ കുറിച്ച് ചർച്ച നടന്നു. പിന്നെ പത്തനംതിട്ട ജില്ലയുടെ പല സ്ഥലങ്ങളെയും നോക്കി. പത്തനംതിട്ട ജില്ല നോക്കാൻ കാരണം ശബരിമലയുമായിട്ടുള്ള സാമീപ്യമാണ്. ശബരിമലയിൽ ധാരാളം തീർത്ഥാടകർ വരുന്നുണ്ട്. അവിടെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് തീർത്ഥാടകർ വരുന്നുണ്ട്. പക്ഷേ അവരുടെ സൗകര്യാർത്ഥമാണ് ഇവിടെ വിമാനത്താവളം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നതെന്നാണ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്ന വാദം. അതിനകത്തിൽ പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വിമാനത്തിൽ ഇവിടെ വന്ന് ദർശനം നടത്താൻ ശേഷിയുള്ള തീർത്ഥാടകരെ ഈ കൂട്ടത്തിൽ എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് കണക്കുകൾ നോക്കിയെങ്കിലും നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. സാധാരണക്കാരാണ് അവിടെ വരുന്നത്. വളരെ സാധാരണക്കാരായ തമിഴ്നാട്ടിൽ, പ്രത്യേകിച്ച് അന്യ സംസ്ഥാനങ്ങളിൽ, തമിഴ്നാട്ട്, ആന്ധ്ര, കർണാടകത്തിൽ വരുന്ന വളരെ സാധാരണക്കാരായ ആളുകളാണ് അവിടെ വരുന്നത്. അവരൊന്നും വിമാനത്തിൽ വരാൻ ശേഷിയുള്ളവരല്ല. പിന്നെന്താണ് അവിടുത്തെ ഒരു സാധ്യത എന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. അത്തരം ഒരു പ്രചരണം. എന്തായാലും ശബരിമല ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായതുകൊണ്ട് അതുമായിട്ട് കണക്ട് ചെയ്യുന്നതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് പത്തനംതിട്ടയുടെ മറ്റു ചില സ്ഥലങ്ങളും ഒക്കെ നോക്കി. കൊടുമൺ അങ്ങനെയൊക്കെ പറയുന്ന അതിനോട് ചേർന്ന് കിടക്കുന്ന പത്തനംതിട്ടയുടെ മറ്റൊരു സ്ഥലമായ അതുമൊക്കെ നോക്കി. ഇവിടെ ഒന്നും കണ്ടെത്താതെ ഇപ്പൊ വീണ്ടും ഇത് എരുമേലിയിലേക്ക് തന്നെ പോവുകയാണ്. എരുമേലിയൊക്കെ പോകുമ്പോൾ അവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളോട് നമ്മൾ മനസ്സിലാക്കണം. എരുമേലി ടൗണിൽ നിന്ന് ഏതാണ്ട് ഒരു 4 കിലോമീറ്റർ മാറിയാണ് ഇത് വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ ഇത് വന്നപ്പോൾ തന്നെ അവിടെ ഞങ്ങൾക്ക് കുറേയേറെ ഭൂമിയുണ്ട്. 2000-3000 ഏക്കർ ഭൂമിയുണ്ട്. ഞങ്ങളത് ഞങ്ങളുടെ വില പ്രകാരം ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് തിരുവല്ല ആസ്ഥാനമായിട്ടുള്ള ബിലീവേഴ്സ് ചർച്ച് ആദ്യം പറഞ്ഞിരുന്നു, ആ ഭൂമി ഞങ്ങൾ വിട്ടുതരാൻ തയ്യാറാണ്. അത് നല്ല വിമാനത്താവളം പണിയാനും വിമാനങ്ങൾക്ക് വന്ന് ലാൻഡ് ചെയ്യാനും ഒക്കെ നല്ല ഇതോട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ട് നല്ലൊരു ടെറൈനാണ് കേട്ടോ. അതിനകത്തിലൊന്നും നമുക്ക് കുറ്റം പറയാനൊക്കത്തില്ല. പക്ഷെ കുറച്ച് സമയത്തിന് ശേഷം ഈ ഭൂമി സംബന്ധിച്ച് ചില തർക്കങ്ങൾ വന്നു. ഇതിനകത്തിൽ കുറച്ച് റവന്യൂ ഭൂമി ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അത് കുത്തകപ്പാട്ടം, അത് പാട്ടത്തിന് കൊടുത്ത്
വകയാണെന്നും എന്നൊക്കെ പറഞ്ഞ് കുറച്ചെന്തോ തർക്കങ്ങളും കേസുകളും വന്ന അവസാനം ഈ പ്രോജക്റ്റ് ഇല്ലാതാകുകയാണ്. അത് എരുമേലിൽ നിന്ന് എന്നുള്ള മട്ടിലേക്ക് വന്നതാണ്. ഇപ്പൊ വീണ്ടും അത് ഉണർന്നു വരികയാണ്. അപ്പൊ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ പറഞ്ഞില്ലേ മുമ്പേ, അവിടെ നീതു സൂചിപ്പിച്ചതുപോലെ കണ്ണൂരിന്റെ ഒരു തനിയാവർത്തനം ഇതിനകത്ത് വരുമോ എന്നൊരു സംശയം വരാൻ കാര്യം ഇതുകൊണ്ടാണ്. കണ്ണൂർ ഏതാണ്ട് ഇങ്ങനെ അതിന്റെ ഒരു എല്ലാ ശേഷിയും സൂക്ഷിച്ച് വരികയാണ്. കാരണം മംഗലാപുരം ഒക്കെ അടുത്ത് കിടക്കുന്നിടത്തോളം ശരിക്ക് കണ്ണൂർ എത്ര കണ്ട് വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം. അവിടുന്നുള്ള സർവീസുകളുടെ എണ്ണം, വിദേശ സർവീസുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നു എന്നാണ് പറയുന്നത്. അത് നമ്മളൊരു ദോഷ കണ്ണുകൊണ്ട് പറയുന്നതല്ല. ഇവിടെയും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. പത്തനംതിട്ട, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പത്തനംതിട്ടയുടെയും കോട്ടയം ജില്ലയുടെയും അതിരുകളിലാണ് ഈ സ്ഥലം കിടക്കുന്നത്. അപ്പൊ അവിടെയുള്ളവർക്കൊന്നും എരുമേലി പോയി വിമാനം കയറേണ്ട കാര്യമില്ല. എന്ത് കാര്യത്തിന് അവർക്ക് അവിടെ എരുമേലി പോയി വിമാനം കയറുന്നത്? അവർക്ക് കോട്ടയമുണ്ട്. ഇപ്പൊ പത്തനംതിട്ടയുടെ തിരുവല്ല, തെക്കൻ ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ, സംസ്ഥാനങ്ങളിലേക്ക് വരുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവർക്ക് തിരുവനന്തപുരം വിമാനത്താവളമുണ്ട്. അവർക്കത് പോയി വരുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നെടുമ്പാശ്ശേരി വളരെ അടുത്ത് ഇപ്പുറത്ത് ആർക്ക് കിടപ്പുണ്ട്. പിന്നെ ഇവിടത്തേക്ക് ആര് പോകുമെന്നാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇതെനിക്ക് തോന്നുന്നത് ഈ കേരയിൽ പദ്ധതി ഏതാണ്ടൊരു നമ്മൾ പറഞ്ഞ കേരളത്തെ രണ്ടായിട്ട് കീറി മുറിച്ചുകൊണ്ട് വരാൻ പോകുന്ന ഒരു പദ്ധതിയായിരുന്നല്ലോ അത്. കേരയിൽ പദ്ധതി പ്രായോഗികമല്ലാതെ റെയിൽവേ ബോർഡ് തള്ളിയ ശേഷം മറ്റൊരു തരത്തിലുള്ള ഒരു വീണ്ടും എന്തൊക്കെയോ ചില സംശയങ്ങൾ ഉളവാക്കുന്ന ഒരു നീക്കമായിട്ടാണ് എനിക്കിതിനെ കുറിച്ച് തോന്നുന്നത്. അല്ലെങ്കിൽ എരുമേലിയിൽ തന്നെ വിമാനത്താവളം വരണമെന്ന് നിർബന്ധം പിടിക്കുന്നതിന്റെ കാര്യം മനസ്സിലാകുന്നില്ല. അതോ ഇനി ബിലീവേഴ്സ് ചർച്ചിന്റെ ഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട വല്ല പ്രശ്നങ്ങളും ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് മനസ്സിലാകുന്നു. എന്തായാലും കൊള്ളാം, ഇതൊരു നേരായ പോക്കാണെന്ന് തോന്നുന്നില്ല. കാരണം കേരളയില് അറിയാമല്ലോ, കേരളത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് വാചകങ്ങളൊക്കെ വന്നെങ്കിലും കേരള സമൂഹം അതിനകത്തിലെ ഈ അടുക്കളയിൽ വരെ കുറ്റിയിട്ടെന്നൊക്കെ പറഞ്ഞുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അവസാനം വലിയ പ്രക്ഷോഭത്തിന് മുമ്പില്, ജനരോഷത്തിന് മുമ്പിൽ അത് പിൻവലിക്കേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഇവിടെയും ഇനി അങ്ങനെ വല്ലതും ആവർത്തിക്കുമോ എന്നൊക്കെ പറയാനൊക്കത്തില്ല. എന്തായാലും അതിന്റെ പ്രാരംഭ വർക്കുകളൊക്കെ അവര് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നാണ് അറിയുന്നത്. നമ്മൾ പറഞ്ഞില്ലേ, വികസനം വരട്ടെ, അല്ലെങ്കിൽ എരുമേലി അതിന് പിന്നെ യോഗ്യമല്ലാത്ത സ്ഥലമാണ് എന്നൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നമ്മൾ ആലോചിക്കണം. അതിൻ്റെ അകത്തൊരു വയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകം ആലോചിക്കണം. നമ്മുടെ നെടുമ്പാശ്ശേരി വിമാനത്താവളം അന്ന് മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരനാണ് ഒരു സൂചന കൊടുത്തത്. കൊച്ചിയിൽ അന്ന് നേവിയുടെ വിമാനത്താവളമേ ഉള്ളൂ, നേവിക്കുള്ള വിമാനത്താവളമേ ഉള്ളൂ. അത് വൈകുന്നേരം 5 മണിക്ക് ശേഷം ആ വിമാനത്താവളം അടയ്ക്കും. നൈറ്റ് ലാൻഡിങ് ഇല്ല. രാത്രിയിൽ അന്ന് കൊച്ചിയിലൊന്നും ആ കാലങ്ങളിൽ ഇറങ്ങാൻ പറ്റത്തില്ലായിരുന്നു. അന്നേരമാണ് അതുപോലെ മുഴുവൻ സമയം സജ്ജമായിട്ടിരിക്കുന്ന വിമാനത്താവളം വേണം എന്നൊരു ചർച്ച കൊച്ചിയിൽ വന്നത്. അപ്പൊ അതിനെക്കുറിച്ച് പല തരത്തിൽ കൊച്ചിയിൽ എവിടെ വിമാനത്താവളം വെക്കുന്നത് നടക്കുന്ന കാര്യമാണോ? ഇത്രയും ഒന്നാമത് സ്ഥലപരിമിതിയുള്ള സ്ഥലമാണ്, അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷെ കരുണാകരന്റെ വായിൽ നിന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കേൾക്കുന്നത് നമുക്കത് നെടുമ്പാശ്ശേരിയിൽ ഒരു വിമാനത്താവളത്തിന്റെ സാധ്യത ഉണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. സംഭവം ശരിയാ, അന്ന് എറണാകുളത്തുണ്ടായിരുന്ന പത്രലേഖകർക്കൊക്കെ അതിനെക്കുറിച്ച് അറിയാം നെടുമ്പാശ്ശേരിയുടെ പ്രത്യേകത. അതിനടുത്ത് അകപ്പറമ്പ് എന്ന സ്ഥലത്ത് ഒരു വലിയ ട്രെയിൻ ദുരന്തമൊക്കെ നടക്കുകയൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ആ സ്ഥലത്തിനെ കുറിച്ചുള്ള പ്രത്യേകത. പിന്നെ നമ്മൾ കാലടി അടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. അപ്പൊ ഈ നെടുമ്പാശ്ശേരി അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ പറഞ്ഞില്ലേ, വർഷത്തിൽ 2 തവണ നെൽകൃഷി ചെയ്യുന്ന ഫലഭൂഷ്ടമായ ഏക്കർ കണക്കിന് ഭൂമിയുള്ള പരന്നു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു നെടുമ്പാശ്ശേരി. അപ്പൊ എല്ലാവരും സംശയിച്ചു, ഇവിടെ ഒരുപാട് നെൽകൃഷിയും കാര്യങ്ങളും ഉള്ളിടത്താണോ ഇത് വരാൻ പോകുന്നത്, ഈ വിമാനത്താവളം വരുമോ? അത് തന്നെയല്ല മഹാകവി ജി ശങ്കരക്കുറുപ്പ്, അദ്ദേഹത്തിന്റെ വീട് അടുത്ത കുടുംബത്തിന്റെ അടുത്തായിരുന്നു. അവർക്കും കുറച്ച് സ്ഥലങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഇത് സാധ്യമാകുമോ എന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഇതിന്റെ വയബിലിറ്റി, ഇത് എങ്ങനെ മുതലാകും. നമ്മൾ പറഞ്ഞില്ല, കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പക്ഷെ എന്തായി? ഇന്ന് കേരളത്തിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായിട്ട് അതിനെ വളർത്തിയെടുത്തു, അല്ലെ? അത് വളർന്നു വന്നു കഴിഞ്ഞു. എത്രയെത്ര അന്തർദേശീയ ഫ്ലൈറ്റുകളാണ്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ വരെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ വിമാനത്താവളമായിട്ട് കൊച്ചിയെ വളർത്തിയെടുത്തു. അതിനുള്ള സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു. അതുപോലെയല്ല എരുമേലി എന്നാണ് എനിക്ക് തോന്നുന്നത്. എരുമേലി ശബരിമല തീർത്ഥാടകരെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതല്ലേ അതിന്റെ പേര് പറയുകയാണ്. ശബരിമലയുടെ പേരിലാണ് പറയുന്നതെങ്കിൽ ഇപ്പം പമ്പ ചെങ്ങന്നൂരിൽ നിന്ന് പമ്പയിലേക്ക് പുതിയ മോണോറെയിൽ പദ്ധതി ഈ ശ്രീധരൻ സാറിന്റെ പ്രോജക്ട് റിപ്പോർട്ട് അംഗീകരിച്ചെന്നാണ് പറയുന്നത്. വളരെ പെട്ടെന്ന് എത്താവുന്ന 1 മണിക്കൂർ താഴെയുള്ള സമയം കൊണ്ട് പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിൽ ഇറങ്ങുന്ന തീർത്ഥാടകർക്ക് പമ്പയിൽ എത്താവുന്നുണ്ടെങ്കിൽ പിന്നെ വിമാനത്തിൽ പിടിക്കാനായിട്ട് ആരാ പോകുന്നത്? വിമാനയാത്രയ്ക്കായിട്ടോ അല്ലെങ്കിൽ വിമാനം കയറി വരാൻ, അല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അതിനുള്ള ശേഷിയുള്ള എത്ര അയ്യപ്പന്മാരുണ്ട്?
എന്താണെന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും സംശയാസ്പദമാണ്. കേരളയിൽ വന്നതുപോലെ ഒരു സംശയം ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇത് നമ്മൾ ദുഷ്ടലാക്കോടുകൂടി പറയുന്നതല്ല. നമ്മുടെ അധികാരികൾ അത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വരുത്തിയ ശേഷമേ പണം മുടക്കാവൂ എന്നൊരു അഭ്യർത്ഥന മാത്രമേ ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായും എല്ലാവരും നോക്കുന്നത് എരുമേലി പോലൊരു സ്ഥലത്തൊരു വിമാനത്താവളം വരുമ്പോൾ ഏതൊക്കെ ജില്ലകൾ കേരളത്തിൽ നിന്നുള്ള ഏതൊക്കെ ജില്ലകൾ എത്ര പെട്ടെന്ന് ഇതിനെ ഒന്ന് ആശ്രയിക്കാൻ കഴിയും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും നോക്കിയില്ലെങ്കിൽ വരുമാനത്തിൽ നല്ല കുറവുണ്ടാകും. അത് സാമ്പത്തികപരമായി ആ വിമാനത്താവളത്തെ ബാധിക്കും. വളരെ വളരെ അത് ദോഷകരമാകും. രാജഗോപാൽ സാർ സൂചിപ്പിച്ചതുപോലെ 4000 കോടിയൊക്കെ മുടക്കി ഒരു പദ്ധതി കൊണ്ടുവരികയാണ്. വരുമ്പോൾ തീർച്ചയായും മുന്നിൽ കാണേണ്ടത് ആ പദ്ധതി എത്രത്തോളം വിജയകരമാവും എന്നുള്ളതാണ്. അങ്ങനെ കണ്ടില്ല എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് കണ്ണൂർ മൂർഖൻ പറമ്പിലുള്ള വിമാനത്താവളം. അതിന്റെ അവസ്ഥ സാർ തന്നെ പറഞ്ഞതുപോലെ ശോഷിച്ച് നാമാവശേഷമാകാൻ പോകുന്നു എന്നുള്ള രീതിയിൽ മാറിയിട്ടുണ്ട്. അതുപോലെ എരുമേലി വിമാനത്താവളവും ആയേക്കുമോ എന്നുള്ള ഒരു ചോദ്യം വളരെ വളരെ പ്രസക്തവുമാണ്. വ്യക്തമാണ്. താങ്ക് യു സർ.